ഒരു 1.5 വർഷമൊക്കെ ഇടുമ്പോഴത്തന്നെ 2 ലക്ഷം 2.5 ലക്ഷം രൂപ നമ്മൾ ആരുടെ ചോദിക്കേണ്ട വില തന്ന് കൊണ്ടുപോകാൻ ആള് കാണും. പൈസ ഉള്ളവർക്ക് അതിനനുസരിച്ച് കൊടുക്കും. അതായത് തൂക്കി കൊടുക്കാം, വിലവേശി മേടിക്കാം. കൂടിയൊന്നും വേണ്ട, കുറഞ്ഞൊന്നും വേണ്ട. ഇഷ്ടപ്പെട്ട വിലക്ക് ഇഷ്ടപ്പെട്ട പോത്തുകുട്ടികളെ തൂക്കത്തിനുള്ള പൈസ മാത്രം കൊടുക്കുക. അത്രേ ഉള്ളൂ. മധുചേട്ടാ, പോത്തിനെ തൂക്കിയാണോ അതോ മതിപ്പോലെയാണോ? മതിപ്പോലെയൊക്കെ ഉള്ളതുകൊണ്ട് തൂക്കിയും കൊടുക്കുന്നുണ്ട്. രണ്ടും നമ്മുടെ പ്രത്യേകത അല്ലേ? രണ്ടും പ്രത്യേകത. ഹരിയാന കുട്ടി തൂക്കി കൊടുക്കും, പിന്നെ ആന്ധ്ര പോത്ത് മതുപോലെ. അതായത് ഈ സെക്ഷൻ ഫുള്ള് നമ്മള് ഹരിയാന തൂക്കി കൊടുക്കുക. അങ്ങേറ്റം ചെറുത് മുതൽ ഇങ്ങേറ്റം വലുത് വരെ തൂക്കി 300 വരെ ഉള്ളതുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ തൂക്കം മാത്രമാണ്. അതായത് നമുക്ക് വെയ് മെഷീൻ ഉണ്ട്. ഇതിനെ ഇഷ്ടമുള്ള കുട്ടിയെ പിടിച്ച് തൂക്കി അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ല അല്ലെ? തൂക്കത്തിന്റെ പൈസ മാത്രം കൊടുത്താൽ തൂക്കി അവർ അത്ര കിലോ അതിന്റെ പൈസ അത്രേ ഉള്ളൂ. അതും നമ്മൾ കൊടുക്കുന്നത് ഹരിയാന ഒറിജിനൽ ഹരിയാന. നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലെ? 2 സെക്ഷനിലും കുട്ടികളുണ്ട്. രണ്ടിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നാടൻ ഏതാ മുറ ഏതാണെന്നുള്ള അറിയാം. വളർത്തുകാർക്ക് പെട്ടെന്ന് അറിയാം. കർഷകർക്ക് എത്രയും വരെ നല്ലതുപോലെ അറിയാൻ പറ്റും. അതെ, ഉറപ്പായിട്ടും. കാരണം ഇതിനെ ചേട്ടാ നാടനേക്കാളിൽ ഒരു മുറയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറയുമ്പോൾ വളർച്ച തന്നെയല്ലേ? നല്ല വളർച്ച കിട്ടും. പിന്നെ സാധാരണ പോത്തിന് നാടൻ പോത്തിനെ അപേക്ഷിച്ച് മുറയെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വളർത്തിയാൽ മതി. കുറച്ച് സമയം വളർത്തിച്ചാൽ മതി. 1.5 വർഷം ചേട്ടനും വളർത്തുന്ന ഒരു മുറ പോത്തിനെ വളർത്തുന്ന മുറ പോത്താണ് ഞാൻ മാറ്റുള്ളത്. എന്റെ 2 എണ്ണം നിപ്പുണ്ട്. 2 പോത്തും നല്ല സെറ്റപ്പായി. വലിയ പെരുന്നാൾ കൊടുക്കേണ്ട വീഡിയോ ചെയ്യണത്. അതായത് ചേട്ടൻ ഉൾപ്പെടെ ആയാലും ആൾക്കാർ വാങ്ങിക്കുന്നത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മുറയെ തന്നെ വാങ്ങിക്കണം. എന്നാലും വലുതും ഉണ്ട്. പൈസ കുറവുള്ളവർക്ക് ഇഷ്ടപ്പെട്ട കന്നാലി മേടിക്കാൻ നമുക്ക് ഹരിയാന കുട്ടിയുണ്ട്, ആന്ധ്ര മാടുണ്ട്, എല്ലാം ഉണ്ട്. ഇഷ്ടപ്പെട്ട കന്നുകൾ മേടിക്കാം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാലോട് അല്ലേ? പാലോട് നമ്മുടെ തിരുവനന്തപുരം ജില്ല. പക്ഷേ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല ഇവിടെ വരുന്നത്. അല്ല, ഇത് എത്രാമത്തെ 62ാമത്തെ അല്ലേ? 62ാമത്തെ വർഷമാണ്. 62 വർഷമായിട്ട് ഈ ഒരു ചന്തയുണ്ട്. അതുകൊണ്ട് അപ്പൊ അത്രയും ആൾക്കാർ പല ജില്ലയിൽ നിന്ന് ഇവിടെ വരും. ഇത് 10 ദിവസം മെയിനായിട്ട് 10 ദിവസം. നമ്മൾ ഇന്ന് ഫെബ്രുവരി 7-ാം തീയതി തുടക്ക ദിവസം കേട്ടോ. ഇന്ന് തുടക്കം 16-ാം തീയതി വരെ നമ്മുടെ പോത്തുകളുണ്ട്. ഇത് തീരുന്ന മുറയ്ക്ക് ലോഡുകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? 5 ലോഡ് കന്നാലി വരാനുണ്ട്. അപ്പൊ ഇത്രയും 10-100ഓളം പോത്തോട്ടുണ്ട്. രാവിലെ തന്നെ കുറച്ച് പോയിട്ടുണ്ട്. ഈ സെക്ഷൻ ഫുള്ള് നമ്മൾ കാണിക്കുന്ന മുറയുടെയാണ്. ഇപ്പുറത്ത് നമുക്ക് ഫുള്ള് നമ്മുടെ നാടൻ പോത്തുകൾ. ഈ കിടക്കുന്നത് ആന്ധ്രക്കുട്ടി ക്രോസ് കുട്ടികളാണ്. ഈ കിടക്കുന്ന ഇവിടുന്ന് അതും 10, 80, 100 കന്നാലിയോളം ഉണ്ട് ഈ കിടക്കുന്ന. കൂടുതലും മുറയെ കൊണ്ടുവന്നിരിക്കുന്നല്ലേ? പിന്നെ ഇതെല്ലാം ക്രോസ് പോത്ത്. ഇത് മതപ്പോലേക്ക് കൊടുക്കാം. പിന്നെ തൂക്കി വേണമെന്നുള്ളവർക്ക് തൂക്കി കൊടുക്കാം. മതപ്പിനുണ്ടെങ്കിൽ മതപ്പിന് കൊടുക്കാം. പിന്നെ അത് കുഴപ്പമില്ല. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ വന്നിട്ട് വില പേശുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല മേളയൊന്നും വേണ്ട. വില പേശുന്നതിനുള്ളവർക്കും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത പാവങ്ങൾക്കും 10 രൂപക്കാരും 15 രൂപക്കാർക്കും വാങ്ങിക്കാറുണ്ട്. എല്ലാ പറ്റിയ പോത്തുകളുണ്ട്. എല്ലാ ഇതും ഉണ്ട്. തിരുവനന്തപുരത്ത് നമ്മുടെ ഫാം മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് എല്ലാ ആഴ്ചയും മാട് വരുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഫാമിന്റെ ആണ് ഈ കണ്ടല്ലോ. ഇത് ഫുള്ള് ഹരിയാന കുട്ടികള്, ഇത് ഫുള്ള് നമ്മുടെ ക്രോസ് കുട്ടികൾ. അപ്പൊ വരിക ഒരു 10 ദിവസം ഇവിടെ ഉണ്ട് അല്ലേ? 10 ദിവസം ഉണ്ട്. 16-ാം തീയതി വരെ ഉണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടല്ലോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പൊ ഇഷ്ടമുള്ള പോത്തുകൂട്ടിലെ തൂക്കിയും വാങ്ങിക്കുക, വിലവേശിയും മേടിക്കാം. ഓക്കെ.